സംസ്ഥാനത്തെ പനി ബാധിതരുടെ എണ്ണത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ്. 6 ആഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരും. തിരുവനന്തപുരത്തെ കോളറ വ്യാപനം നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ പനി പടരുകയാണ് എന്നൊരു തോന്നലുണ്ടോ? മിസ്കീൻ, സംസ്ഥാനത്ത് പനി ഇങ്ങനെ വലിയ രീതിയിൽ പടരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയ്ക്ക് കാരണമാക്കേണ്ട, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ജാഗ്രതരായിരുന്നാൽ മതി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിലവിൽ പറയുന്നത്. ICU വെന്റിലേറ്റർ ഉപയോഗം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് 12,498 പേരാണ് പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയത്. അതിൽ മലപ്പുറം ജില്ലയിൽ 2000-ന് മുകളിലും മറ്റ് ജില്ലകളിലൊക്കെ 1000-ന് മുകളിലുമൊക്കെ പനി ബാധിതരുടെ എണ്ണം ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റ് ജില്ലകളിൽ ഞാൻ പറഞ്ഞതുപോലെ 1000-ലേറെ രോഗികൾ പ്രതിദിനം വരുന്നുണ്ട്. ഈ H1N1 ബാധിച്ച് ഇന്നലെ ഒരു മരണവും സ്ഥിരീകരിച്ചിരുന്നു. 3 പേരുടെ മരണം എലിപ്പനിയാണെന്നാണ് സംശയം. ഡെങ്കി ലക്ഷണങ്ങളോടെ 400-ലധികം പേരാണ് ചികിത്സ തേടിയത്. അതിൽ 116 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരത്തെ കോളറ വ്യാപനം നിയന്ത്രണ വിധേയമെന്നാണ് നിലവിൽ ആരോഗ്യ വകുപ്പും അറിയിക്കുന്നത്. എന്തായാലും പനി പടരുന്നുണ്ട് സ്കെയിൽ, പക്ഷേ അതിലൊരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.